ഒരു വലിയ പ്രഭു ഉണ്ടായിരുന്നു. ആ പ്രഭു വലിയ കച്ചവടമൊക്കെ നടത്തി വലിയ ലാഭമുണ്ടായപ്പോൾ തിരിച്ച് തന്റെ നാട്ടിലേക്ക് വന്നു. അവിടെ വെച്ച് താൻ തന്റെ അടുത്തുള്ള എല്ലാ വീട്ടിലേക്കും ക്ഷണക്കത്തയച്ചു, എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരികയും ഇവിടെ ഇന്ന് വിരുന്ന് വിളിക്കുന്നു. എല്ലാ വീട്ടുകാരും എത്തി. വലിയ വിരുന്നൊക്കെയും നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആ പ്രഭു നോക്കിയപ്പോൾ ഇതാ തന്റെ വീടിന്റെ പുറത്ത് ഗേറ്റിന്റെ അരികിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി. അപ്പോൾ പ്രഭു തന്റെ ബാല്യക്കാരെ അയച്ചു, ചെല്ലുക, അവന് നല്ല വസ്ത്രങ്ങൾ കൊടുക്കുക, അവനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരിക. അപ്പോൾ ബാല്യക്കാർ ചെന്നു, അവന് നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്തു, അവനെ ഉള്ളിൽ കൊണ്ടുവന്നു. അവൻ വിരുന്ന് കഴിച്ചു. വിരുന്നുകാരെല്ലാവരും തിരികെ പോയി, അവനും തിരികെ പോയി. എന്നാൽ 2 ദിവസം കഴിഞ്ഞു. ഈ പ്രഭു സന്ധ്യാസമയത്ത് നടക്കാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഒരു ജനക്കൂട്ടം ആ പ്രഭു അവിടേക്ക് ചെന്ന് നോക്കി. ഒരു മരത്തിന്റെ ചോട്ടിൽ ആ വ്യക്തി, ആ വസ്ത്രം നമ്മുടെ പ്രഭു നൽകിയില്ലേ, ആ വ്യക്തി ഇതാ മരിച്ചു കിടക്കുന്നു. ആ പ്രഭു നൽകിയ പുതിയ വസ്ത്രമൊക്കെ ധരിച്ചാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. എന്നാൽ തന്റെ തലയുടെ കീഴിൽ ഒരു കെട്ട് വെച്ചിരിക്കുന്നു. ആ കെട്ട് എന്താണെന്ന് നോക്കിയപ്പോൾ ആ പഴയ മുഷിഞ്ഞ കീറിപ്പറഞ്ഞ ഷർട്ട് വെച്ചിരിക്കുന്നു. നാം എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഈ നോയമ്പിന്റെ സമയത്ത്? 50 ദിവസം മാത്രമാണോ, 25 ദിവസം മാത്രമാണോ, അതോ ജീവിതകാലം മുഴുവനാണോ? ആ കീറിപ്പറഞ്ഞ ഷർട്ട് ഉപേക്ഷിക്കാൻ പോലും തയ്യാറാകാതെയാണ് ആ മനുഷ്യൻ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. ഈ നോയമ്പിന്റെ കാലയളവിൽ നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ചില തെറ്റുകളെയൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ആ ഉപേക്ഷയാണ് ദൈവം ആരാധനയെ കണക്കാക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആരാധനയെ കണക്കിട്ട പോലെ നമ്മുടെ ജീവിതത്തിൽ അതിനെ ആരാധനയെ കണക്കിടും. മൂന്നാമതായി ക്രിസ്തുമസ് തിരുമേനി പറഞ്ഞ പോലെ ശിക്ഷണത്തിൽ കൂടെ ഈ നോയമ്പ് അനുഗ്രഹത്തിനിരയാകുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുകയും. മലാക്കി 2:2, നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മനസ്സ് വെക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളൊക്കെയും ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം. 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു ദൈവം അനുഗ്രഹിക്കുകയാണ്, സന്താനവൃത്തിയുള്ളവരായി ഭൂമി മുഴുവൻ പെരുകുകയും. ആ മലാക്കി പ്രവാചകൻ പറയുന്നു, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണെങ്കിൽ നിന്റെ അനുഗ്രഹത്തിന്മേൽ അവൻ ശാപം നൽകും. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ ദൈവം ഒന്ന് ശപിക്കുകയാണ്. ആദ്യമുണ്ടായിരുന്ന അനുഗ്രഹം, നിങ്ങൾ സന്താനവൃത്തിയുള്ളവരെ ഭൂമി പെരുകുകയും എന്ന് പറഞ്ഞ ആ അതേ അനുഗ്രഹം ശാപമായിട്ട് സ്ത്രീയുടെ മേൽ വരികയാണ്. നാം ചിന്തിക്കണം, നമ്മുടെ ശാസ്ത്രം വളരുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ശാസ്ത്രം വളരുന്നതിന്റെ ഭാഗമായി റാബീസ്, അതായത് പേപ്പട്ടി വിഷബാധത്തിനെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ചു. എന്നാൽ അതിനു മുമ്പ് പേപ്പട്ടി കഴിച്ചാൽ മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഹീനമായ ഒരു മരണമായിരുന്നു. വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ വളരെ കഷ്ടപ്പെട്ട് കിടന്ന് മരിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രം വളർന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ വഴി നമ്മൾക്ക് ആ രോഗത്തിൽ നിന്ന് വിടുതൽ നേടാൻ സാധിച്ചു. അതേ ശാസ്ത്രം യുദ്ധം, പ്രത്യേകിച്ച് 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളുടെ സൃഷ്ടികർത്താവായി മാറി. അതേ ശാസ്ത്രം ലക്ഷക്കണക്കിനല്ല അതിലും അപ്പുറമായിട്ട് മനുഷ്യരെ കൊല്ലുക മാത്രമല്ല ചെയ്ത് ഇന്നും ജപ്പാനിൽ ജനിക്കുന്ന പല കുട്ടികൾക്കും വികലാംഗരായിട്ട് അവർ ജനിക്കുന്നു. ശാസ്ത്രത്തിന്റെ അനുഗ്രഹമോ ശാപമോ. ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നല്ലത് എന്ന് കണ്ടു. എന്നാൽ ദൈവത്തിൽ നിന്ന് നാം തിരിഞ്ഞു മാറിയപ്പോൾ അതൊക്കെ ശാപമായി മാറി.
ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രം ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലമാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്നാൽ വിജ്ഞാന വിസ്ഫോടനം നാം എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. എല്ലാ പ്രസംഗത്തിലും എല്ലാ ഉപന്യാസ മത്സരത്തിലും നാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ നാം പോകരുത്. സ്ഫോടനം എന്ന് പറയുമ്പോൾ ആ ഓർഡർ തകരുകയാണ്. അറിവ് നല്ലതാണ്, എന്നാൽ അറിയേണ്ട പ്രായത്തിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നതാണ് നല്ലത്. അറിയേണ്ടാത്ത കാര്യങ്ങൾ അറിയേണ്ടാത്ത പ്രായത്തിൽ അറിയുമ്പോൾ അത് ശാപമായി മാറുന്നു. നാം നമ്മെ തന്നെ ശോധന ചെയ്തു നോക്കാം. സാമ്പരത്തിന്റെ ഈ പ്രദേശത്തേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് നാം പ്രതീക്ഷിച്ചത്? ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്? നല്ല ജോലി, എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു? കോളേജിലേക്ക് വന്നു, ഈ കോളേജിൽ പഠിക്കുന്നത് അനുഗ്രഹമായിരിക്കുമെന്ന് കരുതി. എന്നാൽ പിന്നീട് ദുഃഖിക്കാൻ ഇടയായിട്ടുണ്ടോ? എന്നാൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തിനാണ്? ഇത് പാപം വഴിയാണോ ഈ അനുഗ്രഹം ശാപമായി മാറിയത് എന്ന് അറിയാൻ വേണ്ടി ആണെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകണം. മലാഖി പ്രവാചകൻ 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അനുഗ്രഹത്തിന് മേൽ നിനക്ക് ശാപമയക്കുമെന്ന്. എന്നാൽ സക്രിയ പ്രവാചകന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, നീ എന്റെ അടുക്കലേക്ക് തിരിഞ്ഞാൽ ഞാൻ നിന്റെ അടുക്കലേക്ക് തിരിയും. നമ്മുടെ അടുക്കലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നാം ഒന്ന് മാത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിയാനുള്ളൊരു മനസ്സൊരുക്കം മാത്രം കാണിച്ചാൽ മതി. എന്നാൽ ഈ ശാപമായി മാറിയ അനുഗ്രഹങ്ങളൊക്കെ വീണ്ടും അനുഗ്രഹമായി മാറും. റാബി ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള വാക്സിനേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ അത് കണ്ടുപിടിച്ചത് ഒരു ആട്ടിൻകുട്ടി തലച്ചോറിലേക്ക് ഒരു മരുന്ന് ഒഴിച്ച് ആ തലച്ചോറ് പുറത്തെടുക്കുമ്പോൾ ആ തലച്ചോറും ആ വാക്സിനേഷനും കൂടെ കലർന്നതാണ് പുതിയ വാക്സിനേഷനായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. അവിടെ ഒരു ആട് മരിക്കുകയാണ് മനുഷ്യർക്ക് വേണ്ടി. ഇത് തന്നെയാണ് യേശുവിന്റെ കഷ്ടാംഗാഴ്ചയിൽ നാം മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തു നൂറ്റാണ്ടുകളായി ശാപമായി കരുതപ്പെട്ട ക്രൂശിന്മേൽ തറക്കപ്പെട്ടപ്പോൾ കോടിക്കണക്കിന് അല്ല അതിലും കോടിക്കണക്കിന് ജനങ്ങളുടെ അനുഗ്രഹത്തിന്റെ നീരുറവയായി തീർന്നു ആ ശാപം. എന്നാൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അനുഗ്രഹം ശാപമായി മാറിയെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ശാപങ്ങളൊക്കെ അനുഗ്രഹമായി മാറുന്നു. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. വീട്ടിൽ ചെന്നിട്ടായാലും സാരമില്ല, സമയമില്ലല്ലോ ഇപ്പോൾ. 7 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. ദൈവം പറയുകയാണ്, എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരും. സക്രിയ പ്രവാചകൻ കൂടെ പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തിരിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. 10-ാമത്തെ വാക്യത്തിൽ മലാഖി പ്രവാചകൻ 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു, ഞാൻ സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ശാപമൊക്കെ മാറി അനുഗ്രഹമായി തീരുന്ന ഒരു അവസ്ഥ. എപ്പോഴാണത് സാധ്യമാകുന്നത്? യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ പാദത്തിലേക്ക് നമ്മൾ ചെന്ന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമായി തെറ്റുകളുണ്ട് അത് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ വീണ്ടും ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവം. നാം നമ്മെ തന്നെ ഒരു നിമിഷം ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ മണക്കാം, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. അതിനെ കണ്ടുനോക്കുക. ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു മുഖാന്തരമായി ഉപയോഗിക്കാം. അറിവ് നല്ലതാണ്, ദൈവത്തെ പറ്റിയുള്ള അറിവാണ്. ആത്മീയ അറിവ് എന്ന് പറയുന്നതാണ് ദൈവത്തോട് അടുക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമതായി വേണ്ടത് ശോധന ചെയ്യേണ്ടതായ ആവശ്യകത. ശോധന ചെയ്യുന്നത് തിരിച്ച് അറിവുള്ളത് കൊണ്ടാണ്. തിരിച്ചറിവ് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നതിന് ഇടയാക്കും. എന്നാൽ അറിവ് തിരിച്ചറിവിലേക്ക് മാറുന്നു. ആ തിരിച്ചറിവ്
തിരിച്ച് വരവിലേക്ക് നയിക്കുന്നു. അതാണ് നാം കാണുന്നത്. ക്രൂശിലേക്ക് മടങ്ങി വരുമ്പോൾ ശാപം അനുഗ്രഹമായി മാറുന്ന അവസ്ഥ. അഭിമലേക്ക് രാജാവിനോട് പറഞ്ഞു, ദൈവം ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ പാപം കൂടാതെ കാക്കുവാൻ കഴിവുള്ളവനാണ്. ആ ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾവിയൊട്ടും കുറഞ്ഞിട്ടില്ല. ആ ശക്തി ഇപ്പോഴും അവനിലുണ്ട്. നമ്മളെ ഓരോരുത്തരെയും പാപത്തിന്റെ എല്ലാ ശക്തിയിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്നവനാണ്. ഈ നൊയമ്പിന്റെ ഈ അവസരം ദൈവത്തോട് കൂടുതൽ നിരക്കുവാൻ, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ, ദൈവത്തിലേക്ക് അടുക്കുവാൻ, അതുവഴി ശാപങ്ങളൊക്കെ മാറ്റി ജീവിതം ഒരു പുതിയ അനുഗ്രഹം ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ.